നമുക്ക് തോന്നുന്നത് ശരിയാകുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് തോന്നിയിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമുക്ക് പ്രളയമുണ്ടായി. വയനാട്ടിൽ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. എണ്ണമറ്റ ആളുകളാണ് മരിച്ചുപോയത്. എത്രയാണ് എണ്ണമെന്ന് പോലും കൃത്യമായിട്ട് അറിയാത്ത രൂപത്തിലാണ് മരിച്ചുപോയത്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രതിസന്ധികൾ നമ്മളിൽ നമ്മുടെ കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിലൊക്കെ നമുക്ക് വരുന്നത് നമുക്ക് ഓരോ പാഠമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു മയ്യത്തോടെ കൊണ്ടുവന്നു. ഒരു മയ്യത്തോടെ നേരത്തെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് ആളുകൾ മുസ്ലിങ്ങളായിരിക്കുന്ന ആളുകൾ പള്ളിയിൽ വന്നുകൊണ്ട് മയ്യത്ത് കണ്ടുകൊണ്ടായിരുന്നു അതുകൊണ്ട് ചോദിക്കുന്ന സാഹചര്യം. ആ മയ്യത്ത് മുസ്ലിങ്ങളായ ആളുകൾ വന്നുകൊണ്ട് പള്ളിയിൽ വെച്ച് കണ്ടോണ്ട് ഏതൊരു കൊണ്ടുവച്ചു അവർ കണ്ടോണ്ട് മുസ്ലിമുള്ളതായിരിക്കുന്ന ഒരുപാട് വേദനാജനകമായ ഇത് നമ്മളൊന്നും കൊടുക്കാൻ ഒരു സംഘടനകൾ തെറ്റിയാണെന്നുണ്ടെങ്കിൽ അത് ചിന്താനമാണ്. അതാണ് സന്ദേശം. ഒരു മയ്യത്ത് വീട്ടിൽ വെച്ചുകൊണ്ടുള്ള മയ്യത്ത് കാണുകയാണെങ്കിലോ ആ മയ്യത്ത് കാണുക എന്നുള്ള ഒരു പുണ്യമില്ലാത്ത ഒരു സിദ്ധാന്തമാണ്. അങ്ങനെ പുണ്യമുണ്ടായിരുന്നു എങ്കിൽ മഹാനായിരിക്കുന്ന അതാ ബദറിയുദ്ധം 113 ആളുകൾ അതുപോലെ തന്നെ 1000ഓളം വരുന്നതായിരിക്കുന്ന സൈന്യത്തിനോട് നേരിട്ടുകൊണ്ട് വിജയം കൈവരിച്ചതായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആഹുലയുടെ വീട്ടിലേക്ക് വരികയാണ്. കുടുംബത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. കിട്ടിയ വാർത്ത എന്താണെന്ന് അറിയുമോ? തന്റെ മകളായിരിക്കുന്ന ലോകത്തോട് മുട്ടിപിരിഞ്ഞു പോയിരിക്കുന്നു. ഈ തന്റെ മകളായിരിക്കുന്ന ലോകത്തോട് മുട്ടിപിരിഞ്ഞു പോയിട്ട് തന്റെ ബാപ്പയായിരിക്കുന്ന ബാപ്പയായിരിക്കുന്ന മഹാനായിരിക്കുന്ന വരാൻ വേണ്ടി പോലും കാത്തു നിൽക്കാതെ അതാ അവിടുന്ന് അതാ എത്തുന്നതിന് മുമ്പ് മറവ് ചെയ്തുകൊണ്ട് കൂടുതലുകൾ ചെയ്യുന്നു. അതിന്റെ ആലോചിക്കണം. അങ്ങനെ കാണാൻ വലിയ പുണ്യമായിട്ടുള്ള കാണുകയാണെങ്കിൽ പറയുമായിരുന്നു, എന്റെ മകളെ ഞാൻ കണ്ടിട്ട് നിങ്ങൾ മറവ് ചെയ്യാവുന്ന പറയുമായിരുന്നു. അതെന്റെ അള്ളാഹുവിന്റെ ചെയ്തത്. അവിടെ വെച്ചുകൊണ്ട് പോയി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തതെങ്കിൽ സഹോദരങ്ങളെ ഇതിന്റെ ഭാഗം നമ്മൾ ചെയ്യുന്നതെന്നാണ്. നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് കാണുന്നതായുള്ള ഈ മുസീബത്ത് അത് ഞാനൊരു മുസീബത്തായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നതെങ്കിൽ ഒരു ജാഹിസായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിന് നമ്മുടെ നാടിൽ ഞാൻ കഴിഞ്ഞ നിങ്ങളോട് പറഞ്ഞല്ലോ വൈദ്യസ്കാരത്തിന് പോലും ആദ്യത്തേതായിട്ടുള്ളത് വിവേചനം ചെയ്യാൻ വച്ചെടുത്ത് പോലും പോകുന്നത് എന്ന് പറയുന്നതിനാണ്. വച്ചെടുത്ത് പോലും പോകുന്നത് എന്ന് പറയുന്നതിനാണ്. ആ ഉള്ളതിൽ സ്വന്തമില്ലാത്തത് എന്തുകൊണ്ട് ഈ മയ്യത്തിന് കിട്ടിയ സമയം കൂടുതൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പരിഗണിക്കാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആളുകാരെന്നുള്ളതാണ് വലിയ പുണ്യം. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ ചൂത എന്ന് പറഞ്ഞ ചോദിക്കൊണ്ട് ഒരു കാല് വയ്ക്കൊണ്ട് ഞാൻ ആ സഹോദരൻ ഇത്രയും മതം കുതിച്ചു പോയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കല്യാണത്തിനാവട്ടെ വേണ്ടാത്ത വീട്ടിലുള്ള എന്ത് പരിപാടിക്കാവട്ടെ ഈ പരിപാടിക്ക് വേണ്ടി നടക്കുന്നതായിരിക്കുന്ന അത് നമ്മൾ നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മകനതിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് എത്ര രക്ഷിതാക്കൾ അതിന് നിങ്ങൾ മകനെ സമ്മതിക്കൂലെങ്കിൽ നിങ്ങളെ കല്യാണം പരിഷ്കരിച്ചാൽ ആരെയാണ് പേടിക്കുന്നത്? അള്ളാഹുവിനെയാണ് പേടിക്കേണ്ടത്. മകനെയാണ് പേടിക്കേണ്ടത്. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ചെയ്യണം. എങ്ങനെ നമ്മൾ ഉള്ളവരുള്ളൂ എന്തിനു ഈ തരത്തിലുള്ളതായിരിക്കുന്ന മുസീബത്ത് വന്നില്ല. അള്ളാഹുവിനെ അതാകുന്നു കഴിഞ്ഞാൽ നിങ്ങളോട് കൈ വെച്ചിട്ട് കാര്യമില്ല. നിങ്ങളോട് ആദ്യം ഈ തെറ്റുകളിൽ നിന്നിട്ടും വേണ്ടാവും ചെയ്യുന്നുണ്ട്. ആദ്യം പിന്നിരിക്കാതെ കുഴിയാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ അള്ളാഹുവിന്റെ നമ്മളോട് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മനുഷ്യൻ ചെയ്തത് കൊണ്ടിട്ടാണ്